മഹായുദ്ധത്തിന്റെ ദുരന്തമുഖമായ ഹിരോഷിമ ദിനത്തിന്റെ 50ാം വാർഷികം ആചരിച്ചു. ചൂർനാട് വടക്ക് നടുവിലെ മുറി ഗവൺമെന്റ് LP സ്കൂളിലാണ് വിപുലമായ പരിപാടികളോടെ ഹിരോഷിമ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോകത്തെ നടുക്കിയ മഹായുദ്ധത്തിന്റെയും അണുബോംബ് വർഷത്തിൽ തകർത്തെറിയപ്പെട്ട ഒരു രാജ്യത്തിന്റെ പരമ്പരയെയും അനുസ്മരിച്ചാണ് പരിപാടികൾ നടന്നത്. യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, സമാധാന സന്ദേശ റാലി, ഹിരോഷിമയിലെ ദുരന്തങ്ങളുടെ ഫോട്ടോ പ്രദർശനം, യുദ്ധവിരുദ്ധ ഗാനാലാപനം, പ്രസംഗങ്ങൾ തുടങ്ങി വിപുലമായ പരിപാടികൾക്കാണ് കൊച്ചുകുട്ടികൾ പങ്കാളികളായത്. രാവിലെ സ്കൂളിൽ നിന്നും ആരംഭിച്ച യുദ്ധവിരുദ്ധ സന്ദേശ റാലിയും വേറിട്ടതായി. യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചറിയിക്കുന്ന പ്ലക്കാർഡുകളും യുദ്ധവിരുദ്ധ ഗാനങ്ങളും ആലപിച്ചായിരുന്നു റാലി കടന്നുപോയത്. കണ്ണമം ജംഗ്ഷൻ വഴി റാലി സ്കൂളിൽ തിരിച്ചെത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുവായുധം പ്രയോഗിച്ചു. അതിന് 2 ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് 9-ാം തീയതി ജപ്പാനിലെ തന്നെ നാഗസാക്കി എന്ന പട്ടണത്തിൽ ഫാറ്റ്മാൻ എന്ന വലിയൊരു അണുവായുധം വീണ്ടും പ്രയോഗിച്ചു. മനുഷ്യ മനസാക്ഷി മുഴുവൻ മരവിച്ചു നിന്ന ഒരു സംഭവമായിരുന്നു ഈ അണുവായുധ പ്രയോഗം. കലഹമില്ലാത്ത നന്മ നിറഞ്ഞ നല്ലൊരു ഭൂമി നമ്മുടെ വരുന്ന തലമുറയ്ക്കും നന്നായി ജീവിക്കാൻ കഴിയുന്ന, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഭൂമി നമ്മൾ സ്വപ്നം കാണുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് നമ്മൾ നൽകുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേക ഒരു അസംബ്ലി നമ്മുടെ സ്കൂളിൽ ഹിരോഷിമ ദിനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ഒരു അസംബ്ലി കൂടി നമ്മൾ യുദ്ധവിരുദ്ധ ഗാനവും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും ഒക്കെ എടുത്തു. പ്രസംഗങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ നടത്തി. നമ്മൾ ഹിരോഷിമ ദിനത്തിന്റെ തീവ്രത കാണിക്കുന്ന ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സമാധാന സന്ദേശ റാലി നടത്തുന്നു. ഇങ്ങനെ ഇത്തരം ചില അനുഭവങ്ങളിലൂടെ നാളെയിലേക്ക് തുറന്നു പിടിക്കുന്ന കണ്ണുകളാവാൻ, സമാധാനപൂർണമായ ഒരു ഭൂമി സ്വപ്നം കാണുന്ന മനസ്സുകളാവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാർഷിക ദിനാചരണങ്ങൾക്ക് പ്രഥമാധ്യാപിക A. തങ്കമ്മ, സ്റ്റാഫ് സെക്രട്ടറി B. ബിനു, അധ്യാപകരായ റഹ്മത്തുള്ള, സുനിത നായർ, ഷക്കീല, S. സജിത എന്നിവർ നേതൃത്വം നൽകി. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷത്തിന്റെ 50ാം വാർഷികാചരണമാണ് നടന്നത്. ഒരു പ്രദേശത്തെ മുഴുവൻ നശിപ്പിച്ച യുദ്ധത്തിന്റെ ഭീകരത തെളിയിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. ശാന്തിയുടെയും ദൂതുമായി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇതിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളാണ്, കുരുന്നുകളാണ്. നാം ഇവിടെ ദൃശ്യ ശ്രാവ്യ മീഡിയകളിലൂടെ പലതരത്തിലുള്ള വിപത്തുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ച്, വർഗീയതയെക്കുറിച്ച്, തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എല്ലാ മതവും ഇതിനെതിരാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അതുവഴി ലോകത്താകമാകണം സമാധാനവും ശാന്തിയും അത് വ്യാപിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും കത്തിച്ചാമ്പലായത് മനുഷ്യന്റെ അടങ്ങാത്ത യുദ്ധക്കൊതിയുടെ അനന്തരഫലം. എന്നിട്ടും മനുഷ്യൻ പാഠം പഠിച്ചില്ലെങ്കിൽ ഈ മനോഹര നീലഗ്രഹവും അതിലെ ജൈവ ചൈതന്യവും പ്രപഞ്ച സൃഷ്ടിയുടെ മനോഹാരിതയും ഭസ്മമാക്കാൻ ഏറെ നാളുകളില്ല. ഹിരോഷിമയിൽ പ്രയോഗിക്കപ്പെട്ട ആണവായുധത്തിന് അമേരിക്ക നൽകിയ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശികയുടെ പേരിൽ